ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ ഈ വർത്തമാനം കേട്ട് അബൂതല്ല ചിന്തിച്ചു, ശരിയാണല്ലോ, ഞാൻ എന്തിനിങ്ങനെ ആരാധിക്കണം? അബൂതല്ല നബിയെ കാണാൻ ആഗ്രഹിച്ചു. അള്ളാഹുവിന്റെ ഹബീബിനെ കാണാൻ വേണ്ടി മദീന പള്ളിയിലേക്ക് അബൂ തൽഹത്തുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു ചെല്ലുമ്പോ നബിയും സ്വഹാബികളും പള്ളിയിൽ നിന്നുകൊണ്ട് അവരിങ്ങനെ സംസാരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബാ ജാഅകും അബൂ തൽഹ, അബൂ തൽഹ ഇതാ കടന്നു വന്നിരിക്കുന്നു. ഖുർറത്തുൽ ഇസ്ലാമി ബൈന ഐനൈ, അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണുകൾക്കിടയിലും ഇസ്ലാമിന്റെ പ്രകാശം ഞാൻ കാണുന്നു എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉമ്മു സുലൈമിന്റെ ഈ വർത്തമാനം കേട്ട് അബൂ തൽഹ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്ന് മുസ്ലിമായി. എന്നിട്ട് ഉമ്മു സുലൈമിനെ കല്യാണം കഴിച്ചു. അവർ രണ്ടുപേരും ഏറ്റവും വലിയ മാതൃകാ ദമ്പതികളായിട്ട് മാറി. എന്താ ഉണ്ടായത്? ഒരു ഹറാമിലേക്ക് പോയില്ല, തെറ്റിലേക്ക് പോയില്ല. പെണ്ണിന് സ്വർഗത്തിൽ കടക്കാൻ അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്ന 4 മാർഗങ്ങളിൽ അവസാനത്തേതാണിത്? തന്റെ ഭർത്താവിന് വഴിപ്പെടുക. അതിനും റുമൈസ മാതൃകയാണ്. തന്റെ ഭർത്താവിന്റെ ക്ഷേമം, അദ്ദേഹത്തിന്റെ സന്തോഷം, ഇതായിരുന്നു മഹദിയായ റുമൈസ ബീവിയുടെ ഭർത്താവ്, റുമൈസ ബീവിയുടെ മുഖ്യ അജണ്ട. ചരിത്രം അറിയാലോ. ഒരിക്കൽ മദീന പള്ളിയിലേക്ക് ഒരു അതിഥി വന്നു. ഒരു പാവപ്പെട്ട മനുഷ്യൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് പോവാനിറങ്ങാണ്. ക്ഷാമത്തിന്റെ കാലമാണ്, ആരുടെ വീട്ടിലും ഭക്ഷണമൊന്നുമില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബികളോട് ചോദിച്ചു, സ്വഹാബാ, ഇന്ന് നമ്മുടെ പള്ളിയിൽ അതിഥി വന്നിട്ടുണ്ട്. ആരാണ് ഈ അതിഥിയെ ഇന്ന് വീട്ടിലേക്ക് കൊണ്ടുപോവുക? മൻ യുളീഫു ഹാദർ റജുൽ. ആരും എഴുന്നേറ്റ് നിന്നില്ല. അവര് പിശുക്കന്മാരായതുകൊണ്ടല്ല, അവർക്കത് കൊണ്ടുപോകാൻ കഴിയില്ലായിരുന്നു. വീട്ടിലൊന്നുമില്ല, കൊണ്ടുപോയാലൊന്നുമില്ല. വീണ്ടും ചോദിച്ചു, ആര് കൊണ്ടുപോകും? ഒരാൾ എഴുന്നേറ്റ് നിന്നില്ല. മൂന്നാമത്തെ തവണയും ചോദിച്ചു, ആരാണ് കൊണ്ടുപോവുക? ആരെങ്കിലും കൊണ്ടുപോയാൽ അളുമനു ലഹു ബിൽ ജന്ന, അവന് ഞാനിതാ സ്വർഗം ഉറപ്പ് നൽകുകയാണ്. ഇത് കേട്ടപ്പോ, സ്വർഗമെന്ന് കേട്ടപ്പോ അബൂ തൽഹത്തുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു ആവേശപൂർവ്വം ചാടി എഴുന്നേറ്റു. യാ റസൂലല്ലാഹ്, ഞാൻ കൊണ്ടുപോകാം നബിയേ. വീട്ടിൽ എന്താ ഉണ്ടാവുക എന്നറിയില്ല, എന്നാലും സ്വർഗം കിട്ടുമല്ലോ. ആ ആത്മവിശ്വാസത്തോടെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു തന്റെ ഈ അതിഥിയെ, നബിയുടെ ഈ അതിഥിയെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. റുമൈസ ബീവി ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഭർത്താവിനെ. നോക്കുമ്പോഴാണ് ഭർത്താവിന്റെ കൂടെ ഇതാ മറ്റൊരാളും കൂടെ വരുന്നു. നമ്മുടെയൊക്കെ വീട്ടിലേക്ക് അങ്ങനെ കൊണ്ടുവരാന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പള്ളിയിൽ ഉസ്താദിന്റെ ചെലവന്റെ വീട്ടിൽ വന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന മുഖഭാവം. ഇവിടെയൊക്കെ പൊതുവെ നല്ല അന്തരീക്ഷം എന്നാണ് എന്നോട് ഷെരീഫും നാസറൊക്കെ പറഞ്ഞത്. അൽഹംദുലില്ലാഹ്. ഷെരീഫ് എപ്പോഴും പറയും നിങ്ങളുടെ നാട്ടുകാരെ കുറിച്ച്, ഇവിടെ എന്തൊരു കാര്യം ഇവിടെ പ്രൊജക്റ്റായിട്ട് വെച്ചാൽ അത് പരാജയപ്പെടൂല എന്നാ പറഞ്ഞത്. അൽഹംദുലില്ലാഹ്. അള്ളാഹു അത് സ്വീകരിക്കുമാറാവട്ടെ. എല്ലാരും ആമീൻ പറഞ്ഞോളൂ. അള്ളാഹു ഈ നാടിന്റെ അന്തസ് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുമാറാവട്ടെ. അതൊരു വലിയ കാര്യമാണ്. എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോ എല്ലാരും കൂടി ആ നല്ല കാര്യങ്ങൾക്കൊക്കെ സഹായിക്കുക. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു വാള് വെച്ചിട്ട് സ്ഥലം വാങ്ങി, പള്ളി ഉണ്ടാക്കിയെന്നോ ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിയെന്ന് എന്താ പറഞ്ഞത്? യമാനി പള്ളി സ്ഥലം വാങ്ങി, സ്ഥലം എടുക്കുക ഒരു വാള് വെച്ചിട്ട്. അൽഹംദുലില്ലാഹ്. അള്ളാഹു അതൊക്കെ കബൂലാക്കുമാറാവട്ടെ. അള്ളാഹു അതൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. അങ്ങനെ എല്ലാ നല്ല കാര്യങ്ങൾക്കും ഒരുമിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ളവരുടെ മുമ്പിൽ ഇത് ഉണ്ടാവില്ല എന്നുണ്ടെങ്കിലും ചില ആളുകൾക്കൊക്കെ ഉണ്ടാവും. പള്ളിയിലെ ഉസ്താദിന്, മദ്രസയിലെ ഉസ്താദിന് ചിലപ്പോൾ വർഷത്തിലൊരു തവണയാണ് ഭക്ഷണം വരിക. അതിനെ വിരോധം കാണിക്കുക, അത് വേണ്ടെന്ന് പറയാം. ഏതായാലും അത് പോകട്ടെ. റുമൈസ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് അതിഥിയായിട്ട് വരുമ്പോ ചിന്തിക്കുന്ന കാര്യം അതല്ല, പടച്ചോനെ എന്താ അതിഥിക്ക് കൊടുക്കുക? കാരണം വീട്ടിലൊന്നുമില്ല, ഭക്ഷണമില്ല. ഭാര്യ പറഞ്ഞു, ഇവിടെ ഒന്നുമില്ലല്ലോ,
ഇല്ലാ ഖൂതു സുബിയാനിനാ, നമ്മളുടെ കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണമേ ഇവിടെയുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാതെ നമ്മളെങ്ങി അതിഥിക്ക് കൊടുത്താലോ? അങ്ങനെ ആലോചിക്കുകയാണ്. നമുക്ക് ഏതായാലും പട്ടിണി, കുട്ടികളുടെ ഭക്ഷണം അതിഥിക്ക് അങ്ങ് കൊടുക്കാം. എന്ത് ചെയ്യാം? ഞാൻ കുട്ടികളെ കളിപ്പിക്കാം, അവരെ ഞാൻ ചിരിപ്പിക്കാം. എന്നിട്ട് കുട്ടികളെ കിടത്തി ഉറക്കിയതിന് ശേഷം നമുക്കൊരു കാര്യം ചെയ്യാം, ഭക്ഷണം അതിഥിക്ക് കൊടുക്കാം. ആലോചിച്ച് നോക്കിയേ, റുമൈസ ബീവിയെ പിന്നെ എങ്ങനെയാണ് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിൽ കാണാതിരിക്കുക? ചിന്തിക്കേ. റുമൈസ റളിയല്ലാഹു അൻഹ വീണ്ടും ചോദിച്ചു, പ്രിയപ്പെട്ട ഭർത്താവേ, നമ്മൾ കഴിക്കുന്നില്ല, അതിഥി മാത്രമേ കഴിക്കുന്നുള്ളൂ എങ്കിൽ അത് അതിഥിക്കൊരു വിഷമമാവില്ലേ? കാരണം ആതിഥേയൻ കഴിക്കുന്നില്ല. അപ്പോൾ റുമൈസ ബീവി തന്നെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അതിഥിയുടെ മുമ്പിൽ ഭക്ഷണം എത്തിയാൽ നമുക്ക് ആ വിളക്കങ്ങ് ഊതിക്കെടുത്താം, എന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കുന്നത് പോലെ നമുക്ക് അഭിനയിക്കാം, അതിഥിക്ക് വിഷമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചു, വിളക്ക് ഊതിക്കെടുത്തി, കുഞ്ഞുങ്ങൾ ഉറങ്ങി. അതിഥി കഴിക്കുമ്പോ ഇവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നത് പോലെ ശബ്ദമുണ്ടാക്കി. അത് കഴിഞ്ഞ് അതിഥിക്ക് കിടക്കാൻ ആവശ്യമായ ഒരു വിരിപ്പ് കൊടുത്തു. കിടന്നുറങ്ങി. കിടന്നുറങ്ങിയതിനു ശേഷം പിറ്റേ ദിവസം സുബഹി സമയത്ത് പള്ളിയിലേക്ക് യാത്ര പുറപ്പെട്ടു. നിസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സഹാബികളോട് പറഞ്ഞു, സഹാബ എല്ലാവരും അവിടെ ഇരിക്കൂ, ഇന്നലെ രാത്രി അബൂ തൽഹ ഈ അതിഥിയെ കൊണ്ട് ഒരു അത്ഭുതകരമായ പ്രവർത്തനം ചെയ്തിട്ടുണ്ടല്ലോ. ആ പ്രവർത്തനത്തിൽ ഖദ് അജിബല്ലാഹു ലകുമാ മിൻ സനീഇകുമാ ബിതിൽകുമൽ ലൈല. ഇന്നലെ രാത്രി നിങ്ങളുടെ ഈ അതിഥിയെ കൊണ്ട് നിങ്ങൾ ചെയ്ത ഈ സൽക്കർമ്മത്താൽ അല്ലാഹു അത്ഭുതപ്പെട്ടുവെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അവർ റുമൈസ ബീവിയെ സ്വർഗത്തിൽ കാണാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും അവർ കാണിച്ചിരുന്നു. അത് നമ്മൾ മാതൃകയാക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ എല്ലാവരും ആമീൻ പറയൂ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ പ്രസംഗം തുടങ്ങിയിട്ട് എത്ര നേരമായി? ഇദ്ദേഹത്തിനായിരിക്കും കൂടുതൽ അറിയാം. 1 മണിക്കൂർ കറക്റ്റാ? 1 മണിക്കൂർ കറക്റ്റായിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് സ്വലാത്തിനൊക്കെ ഒരു ശക്തിക്കുറവ്. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട്, എനിക്കാണെങ്കിൽ എൻ്റെ കൂട്ടത്തിലൊരു വെള്ളം കുടിക്കാം. വെള്ളമല്ലേ? എനിക്ക് അതിൻ്റെ കൂട്ടത്തിലൊരു വെള്ളം കുടിക്കാം ഇൻഷാ അല്ലാഹ്. ഒരു സ്വലാത്ത് എല്ലാവരും ഒന്ന് ആവേശത്തോടെ എഴുന്നേറ്റ് നിന്ന് ചെല്ലിക്കുക. എല്ലാവരും ഒന്ന് ഉഷാറായി. തവസ്സൽനാ ബിബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദരി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് വേണമെങ്കിൽ കയ്യൊക്കെ ഒന്ന് യാ അല്ലാഹ് പൊക്കിക്കോളി. ഉറക്കൊക്കെ ഒന്ന് കളഞ്ഞ് ഇൻഷാ അല്ലാഹ്. ഉറക്കും അശ്രദ്ധയും പോയവര് മാത്രം ഇരിക്കുക. ഇരിക്കാനും ഇങ്ങോട്ട് പുതിയായിട്ട് എല്ലാവരും വേ ഇരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഉറക്കും അശ്രദ്ധക്ക് എല്ലാവരും പോയോ? അൽഹംദുലില്ലാഹ്. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ചെറിയൊരു ബക്കറ്റ് ഉണ്ട് അവിടെ, ചെറുതല്ല വലിയ ബക്കറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ എല്ലാവരുടെയും ഉറക്കും അശ്രദ്ധയൊക്കെ പോയ സ്ഥിതിക്ക് ആ ബക്കറ്റ് ഒന്ന് കാര്യമായിട്ട് നിങ്ങൾ ആ ബക്കറ്റ് ഒന്ന് നിറക്കുക. കാര്യമായിട്ട് ചെയ്യണം. എല്ലാവരും ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ടാവും, ആ ബക്കറ്റ് ഇങ്ങോട്ട് വരട്ടെ, അയ്യോ 10ന്റെ നോട്ട് എടുക്കാൻ മറന്നോ, ടെൻഷനൊക്കെ ആവും ചില ആളുകൾ. അപ്പൊ ആ 10 എന്നുള്ളത് ചില ആളുകളുടെ വിചാരം അത് ബക്കറ്റിലിടാനായിട്ടുള്ളൊരു സംഖ്യ എന്നാ. മിഅറാജിന്റെ രാവക്കല്ലേ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിലേക്കൊക്കെ പോയ രാവല്ലേ. അതുകൊണ്ട് ആ 10 ചുരുങ്ങിയതൊരു 100 രൂപയെങ്കിലും ആക്കിയിട്ട് സ്വതക്ക ചെയ്യാം. അള്ളാഹു കബൂലാക്കട്ടെ. എല്ലാരും ഒന്ന് ആമീൻ പറയും മക്കളെ. അള്ളാഹു കബൂലാക്കട്ടെ. നിങ്ങൾ എന്ത് നിയത്തോടെയാണോ ആ സ്വതക്ക ആ ബക്കറ്റിൽ നിക്ഷേപിക്കുന്നത്, റഹ്മാനായ റബ്ബ്
എല്ലാ സ്വതക്കകളും കബൂലാക്കട്ടെ. ബിസ്മില്ലാഹിർ. ഞാൻ ചെറുതായിട്ടാണ് തുടങ്ങുന്നത്, പക്ഷെ നിങ്ങളത് കാര്യമായിട്ട് ചെയ്യണം. എല്ലാ ദിവസവും ബക്കറ്റിലിടാൻ വേണ്ടിയിട്ട് ഒരു 100 രൂപ കയ്യിൽ കരുതിയിട്ട് വേണം നമ്മളൊക്കെ വരാൻ. അള്ളാഹു കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ പറയുന്നത്, റസൂലുള്ള പറയുന്നത്, ഞാൻ സ്വർഗത്തിൽ റുമൈസയെ കണ്ടു. വീണ്ടും പറയാണ്, ഞാൻ അതിലൂടെ നടന്നു നോക്കിയപ്പോൾ ഞാനതാ ഒരു ശബ്ദം കേൾക്കുന്നു. ഒരാളിങ്ങനെ നടക്കുന്ന ഒരു ശബ്ദം, സ്വർഗത്തിലൂടെ നടക്കുന്ന ഒരു ശബ്ദം. ഞാൻ നോക്കിയതാരുടെ ശബ്ദമാണ്? ഫഇദാ ഹുവ ബിലാൽ. അത് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദമായിരുന്നു. ബിലാൽ ജീവിച്ചിരിക്കുന്ന സമയമാണ്. സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ സ്വർഗത്തിൽ കണ്ടത് എന്തുകൊണ്ടാ? ആ ത്യാഗം കൊണ്ട്, ആ ഈമാൻ കൊണ്ട്, ആ നിശ്ചയദാർഢ്യം കൊണ്ട്. ഒരു കാര്യം കൂടെ സാന്ദർഭികമായിട്ട് പറയാം. ഒരിക്കൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ബിലാലേ, ഞാൻ എപ്പോ സ്വർഗത്തിലേക്ക് പോയാലും എന്റെ മുമ്പ് താങ്കൾ മുൻകടന്നതായിട്ട് ഞാൻ കാണാറുണ്ടല്ലോ, എന്താണ് താങ്കൾ പ്രത്യേകമായി ചെയ്യുന്ന പ്രവർത്തനമെന്ന് ചോദിച്ചു. അവിടുന്ന് ബിലാൽ മറുപടി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ ഒന്നും പ്രത്യേകമായിട്ട് ചെയ്യാറില്ല. പിന്നെയോ, എനിക്ക് എപ്പോഴെങ്കിലും ചെറിയ അശുദ്ധി ഉണ്ടായാൽ, അഥവാ എന്റെ വുളൂ മുറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ വുളൂഇനെ പുതുക്കാറുണ്ട്. വുളൂ ചെയ്ത ഉടനെ ഞാൻ 2 റക്അത്ത് സുന്നത്തും നിസ്കരിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ എപ്പോഴും വുളൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മിഅ്റാജിന്റെ ഒരു സന്ദേശമാണ്. മിഅ്റാജിന്റെ ഈ രാവിൽ സ്വർഗത്തിലേക്കുള്ള വിളിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലെത്താനുള്ള കാരണത്തെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞത് വളരെ നിസ്സാരമെന്ന് തോന്നിക്കാവുന്ന ഒരു കാര്യമാണ്. വുളൂ ഉണ്ടായിരിക്കുക, എപ്പോഴും വുളൂ ഉണ്ടായിരിക്കുക. വുളൂ മുറിഞ്ഞാൽ ഉടനടി വുളൂ ചെയ്യുക. പ്രത്യേകിച്ച് ഉറങ്ങാൻ പോകുമ്പോ വുളൂ ചെയ്യുക. എവിടെ അതിനൊക്കെ സമയല്ലേ? ഉറങ്ങാൻ പോകുമ്പോ വുളൂ ചെയ്യുക. നമ്മൾ എത്ര ആളുകളെന്ന് ആലോചിക്കാറുണ്ട്. ഇന്ന് രാവിലെ എൻ്റെ നാട്ടിൽ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒരു 22-23 വയസ്സ്, മാക്സിമം 25 വയസ്സ് ഒരു ചെറുപ്പക്കാരൻ മരിച്ചു. ജാബിർ എന്ന ചെറുപ്പക്കാരൻ. അള്ളാഹു അവന്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. എല്ലാരും ആമീൻ പറയൂ. എൻ്റെ ഒരു കുടുംബക്കാരനാണ്. എൻ്റെ വീടിന്റെ കുറച്ച് ഒരു 10-300 മീറ്റർ അപ്പുറത്തുള്ള വീടാണ്. ആ കുട്ടിക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പുറത്തു കൊടുക്കുമാറാവട്ടെ. അവന്റെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായ എന്താ ചെയ്യാ അല്ലേ? ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാള് ഉറങ്ങുന്ന സമയത്ത് അല്ലാഹു അവന്റെ റൂഹ് പിടിച്ചു. അവൻ വുളൂഓടുകൂടെയാണ് ഉറങ്ങിയിരുന്നതെങ്കിൽ അല്ലാഹു അവന്റെ റൂഹിനെ അർശിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുമെന്ന് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഉറങ്ങുക എന്നുള്ളത് വുളൂ മുറിയണ കാര്യമാണല്ലോ. ഇത് ഉറങ്ങാൻ വേണ്ടി എടുക്കുന്ന വുളൂ ആയതുകൊണ്ട് ആ വുളൂ അയാളുടെ ഉറക്കത്തിലുണ്ടാവും. അതുകൊണ്ട് നിസ്കരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും. അപ്പൊ സംഭവം നിങ്ങൾ നോക്കൂ. തൊട്ടടുക്കല് ഭാര്യ കിടക്കുന്നുണ്ട്, ഇയാൾ ഒതുർത്തു പോയി ഭാര്യനെ തൊട്ടാ വുളൂ മുറിയില്ലേ? അത് നോക്കിയിട്ട് കാര്യമില്ല. ആ ഉറങ്ങുക എന്ന ലക്ഷ്യത്തോടുകൂടെ ഒരു വുളൂ ചെയ്യാ. പിന്നെ ബെഡിൽ പോയിട്ട് അത് മുറിയട്ടെ മുറിയാതിരിക്കട്ടെ, അങ്ങനെ മുറിയുന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആൾക്ക് ആ ഒതുർക്കാൻ തന്നെ രാത്രി സമയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആ ഉറങ്ങുക എന്നുള്ള ലക്ഷ്യത്തോടെ ഒരു വുളൂ ചെയ്യാ. വളരെ സിമ്പിളാണ്. ഒരു 2 ദിവസം അതങ്ങോട്ട് പ്രാക്ടീസ് ചെയ്താൽ എന്തൊരു പുണ്യാന്നറിയോ? വുളൂ. അത്തിപ്പറ്റ ഉസ്താദൊക്കെ ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുവേ വുളൂഓടുകൂടെ മരിപ്പിക്കണേ. ആ മഹാൻ ദുആർക്കണം എന്നുണ്ടെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട കാര്യമായി തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളും അതിനു വേണ്ടി പരിശ്രമിക്കുക. ചെറുപ്പക്കാരെ, ഒരുപാട് മാറ്റങ്ങൾ വരും നിങ്ങളുടെ ജീവിതത്തിൽ, ഒരു സംശയവും വേണ്ട. നിരന്തരമായി സദാസമയവും വുളൂ ഉള്ളവനായാൽ ഇന്ന് രാത്രി മുതൽ നിങ്ങളൊന്ന് പരീക്ഷിച്ചു, നാളെ രാവിലെ സുബഹി മുതൽ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ. എപ്പോഴും വുളൂ ഉള്ളവനായാൽ മനസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ വരും.
വിചാരങ്ങളിലും ചിന്തകളിലും പരിവർത്തനങ്ങൾ വരും. ഈ വാട്സാപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും മൊബൈൽ ഫോണിലുള്ള സമയം ചെലവഴിക്കലിന്റെയും ലോകത്ത് നിന്ന് നമ്മൾ ഒരുപാട് മാറി നിൽക്കും. ഇബാദത്തിന്റെ മനസ്സ് സ്വാഭാവികമായും വരും. നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ. ചില ആളുകൾ